Good afternoon, all. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ? എടുത്തത് നോക്കി മാഡം. ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഓക്കെ ആണോ? Clear, ma'am. എന്താണ് ഒന്നും പറയാല്ലേ? വായിച്ചു നോക്കിയില്ല? മിസ് എടുക്കുന്ന ചാപ്റ്റർ മാത്രമാണോ തീരാനുള്ളത്? ആണോ? മിൽഡ്രോസ് മാമിന്റെ തീരാനുണ്ട്. കുറച്ചും കൂടി ഉണ്ട് അല്ലേ? അതെ മാഡം. റിവിഷനൊക്കെ തുടങ്ങിയോ? തുടങ്ങി. അപർണ മിസ് തുടങ്ങി കഴിഞ്ഞു. മൊഡ്യൂൾ 3 കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞോ? ഫസ്റ്റ് കഴിഞ്ഞോ? മൊഡ്യൂൾ 3-ലെ മിസ് അപർണ മിസ് പഠിപ്പിച്ച ലെസൺസ് റിവിഷൻ ചെയ്ത്. ഇനിയിപ്പം മൊഡ്യൂൾ 4 അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. മിസ് തുടങ്ങാൻ പോകണം. ടഫായിട്ട് വരുന്ന മൊഡ്യൂൾസ് 3ഉം 4ഉം ആണല്ലോ. അപ്പൊ അവിടുന്ന് 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. മിസ്സിന്റെ ക്ലാസ് കുറച്ചും കൂടി ഉണ്ട് ഈ ചാപ്റ്റർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഇതൊത്തിരി ടഫാണ് മിസ്സേ. ഈ പാഠം ടഫാണോ? എങ്ങനെയുണ്ട് ക്ലാസ് കേട്ടോ? എങ്ങനെയുണ്ട് എന്നിട്ട്? കുഴപ്പമില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ കേട്ടില്ല. റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് തുടങ്ങാം. ഓക്കെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ മുതലല്ലേ മിസ് എടുക്കേണ്ടത്? 6 അണ്ടർലൈൻ മെട്രിക്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ ആ ഒരു സെക്ഷൻ? ഓക്കെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടക്കും. മിസ് പറഞ്ഞു പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി വെച്ചങ്ങാണ്ട് നമ്മൾ ഇന്ന് സർവേ എടുക്കുന്നെന്ന് പറഞ്ഞു അല്ലേ ഹോസ്പിറ്റലില്. അപ്പൊ അതിന്റെ പ്രിന്റഡ് കോപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് കണ്ടോ? പ്രിന്റിൽ കണ്ടില്ലേ? അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഡിയർ പേഷ്യൻസ്, we are interested to know what you think about our services. എന്താണ് ഞങ്ങളുടെ സർവീസിനെ കുറിച്ച്, ആ ഹോസ്പിറ്റലിനെ സർവീസിനെ കുറിച്ച്, ആ പേഷ്യന്റിന്റെ അഭിപ്രായത്തെ കുറിച്ച് അറിയാൻ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ, ആഗ്രഹമുണ്ട്. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് brief 5 minutes survey in connection with your visit. എന്താണ് നിങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അല്ലെ, നിങ്ങളുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം ഈ ചെറിയൊരു സർവേയിലൂടെ, ഒരു 5 മിനിറ്റ് സർവേയിലൂടെ രേഖപ്പെടുത്തുക. എന്നിട്ട് താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് us. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളുമായി പങ്കിടാൻ അല്ലെ, ഷെയർ ചെയ്യാൻ സമയമെടുത്തതിനു നന്ദി. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്, സമയം എന്നാണോ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ്സ് എടുത്തത് ആ ഡേറ്റ്. പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. നമ്മൾക്ക് ഇതിൽ തന്നിരിക്കുന്ന ഏത് റെസ്പോൺസ് ആണോ, വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക അല്ലെ, സർക്കിൾ ചെയ്യുക. അപ്പൊ നോക്കിയേ, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. ഇവിടുത്തെ ഈ ഫോളോയിങ് തന്നിരിക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്. വെരി ഡിസാറ്റിസ്ഫൈഡ്, നമ്മൾ ഒരുപാട് അസംതൃപ്തിയുണ്ട്. സാറ്റിസ്ഫൈഡ് സംതൃപ്തിയുണ്ട്. വെരി സാറ്റിസ്ഫൈഡ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് അല്ലെ, അധിക സംതൃപ്തി നമുക്കുണ്ട്. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ ചെക്കപ്പ്. എന്താണ് നമ്മുടെ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പേഷ്യൻസിന്റെ ചെക്കപ്പുകൾക്കുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ എളുപ്പത്തിൽ സാധിച്ചോ അല്ലെ. ഫിസിക്കൽ എക്സാംസ്, ദെൻ വിസിറ്റ്, റൂട്ടീൻ ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അപ്പോയിന്റ്മെന്റ്സിൽ ഉൾപ്പെടുന്നുണ്ട്.
വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഇതിലെ റൗണ്ട് ചെയ്യുന്നത് 2 അല്ലെ 2 അല്ലേ? അപ്പൊ അവർക്ക് എത്ര മാർക്കായിരിക്കും അതിന് ലഭിക്കാൻ പോകുന്നത്? 2 മാർക്കായിരിക്കും അല്ലെ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്ക് ലഭിക്കും. വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 മാർക്ക്. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 മാർക്ക് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളിൽ ആരെങ്കിലോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഉണ്ട്, ഇല്ല. നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ആരെങ്കിലും സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? ആ സമയത്തൊക്കെ ഭൂരിഭാഗം ഹോസ്പിറ്റലിൽ എടുക്കാറുണ്ട് നമ്മളെ. PR ഉണ്ട് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയത് കംഫോർട്ട് ഓഫ് റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നമുക്ക് കംഫോർട്ട് ആയിരുന്നു അല്ലെ? പോയി ചോദിച്ചു. ഓക്കെ. നമ്മ എന്താണ് റിസപ്ഷൻ ഏരിയയിലായിരിക്കും അല്ലെ നമ്മ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എൻക്വയറീസ് നടത്തുന്നത് അല്ലെ? ഏതൊക്കെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ? പീഡിയാട്രിക്കിൽ ഏതൊക്കെ ഡോക്ടർ ഉണ്ട് എന്നൊക്കെ എൻക്വയറി നടത്തുന്നത് എവിടെയായിരിക്കും? പൊതുവെ സാധാരണയായിട്ട് റിസപ്ഷനിലായിരിക്കുമല്ലോ. അപ്പൊ ദ കംഫോർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. കംഫോർട്ട് നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ നമ്മ എങ്ങനെയായിരുന്നു? കംഫോർട്ട് ആയിരുന്നു. അപ്പൊ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടേഴ്സ്. എന്താണ്? നമുക്ക് ഡോക്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ? ഡോക്ടറെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കൺസൾട്ടേഷന് വേണ്ടി സാധിച്ചോ? നെക്സ്റ്റ് പറയുന്നത് ദ കംഫോർട്ട് ഓഫ് ദി എക്സാമിനിങ് റൂം. നമ്മൾ എക്സാമിനിങ് റൂമില് ഡോക്ടർ എക്സാമിനിങ് റൂമില് നമുക്ക് കംഫോർട്ട് ആയിരുന്നു അല്ലെ? നമുക്ക് നമ്മളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയാൻ പറ്റിയോ? ഡോക്ടർ എങ്ങനെയായിരുന്നു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ദ കംഫോർട്ട് ഓഫ് ദി എക്സാമിനിങ് റൂംസ്. നെക്സ്റ്റ് പറയുന്നത് ഹൗ വാസ് ദ ക്ലീൻലിനെസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെ കുറിച്ച് അല്ലെ? ക്ലീൻലിനെസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെ? നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. അവരുടെ ഓഫീസിൽ അതായത് ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. അവരുടെ ഓഫീസിൽ എങ്ങനെയായിരുന്നു നമ്മുടെ വെയിറ്റിംഗ് ടൈംസ്? ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ദ കോർട്ടസി ഓഫ് ദ സ്റ്റാഫ്സ്. എന്താണ്? സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ? കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ. സ്റ്റാഫുകൾ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ? മര്യാദയോട് കൂടിയാണോ? എന്താണ് അതിൽ വരുന്നത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ ചിലവിനെ കുറിച്ച്, കോസ്റ്റിനെ കുറിച്ച് നമ്മളുടെ അഭിപ്രായം എന്താണ് അല്ലെ? ഓക്കെ അല്ലേ? എന്തൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ഹോസ്പിറ്റലില് എങ്ങനെയുള്ള കോസ്റ്റ് ആണ് അല്ലെ? നിങ്ങള് ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാറ്റിസ്ഫൈഡ് ആണോ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്. ഹോസ്പിറ്റലിലെ ഡയഗ്നോസ്റ്റിക് സർവീസുകൾ അല്ലെ? രോഗനിർണയ സർവീസുകൾ. അതിൽ എന്തൊക്കെ നമുക്ക് പറയാം? രോഗനിർണയ സർവീസുകൾ, ഡയഗ്നോസ്റ്റിക് സർവീസുകൾ. ലാബ് പറയാം, എക്സ്റേ പറയാം, ECG പറയാം അല്ലെ? അതൊക്കെയാണ് അതൊക്കെ പറയാം. അപ്പൊ ഞങ്ങളുടെ എന്താണ് ഡയഗ്നോസ്റ്റിക് സർവീസുകൾ എങ്ങനെയാണ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ വെരി സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ? The quality of the care you have received. നമ്മൾ റിസീവ് ചെയ്ത പരിചരണത്തിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം എങ്ങനെയാണ് അല്ലെ? സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങള്. യു ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ്. എന്താണ്? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സർവീസുകളെ കുറിച്ച്, ഓവറോൾ അവർ സർവീസ് അല്ലെ? മൊത്തത്തിലുള്ള സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെ? ഓക്കെ അല്ലേ? ഡിസ്ചാർജിനെ കുറിച്ച് ചോദിക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയർ എങ്ങനെയായിരുന്നു അല്ലെ? നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഡിസ്ചാർജ് പ്രൊസീജിയർ നടന്നിട്ടുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. മിസ് പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നോക്കിയല്ലേ? നെക്സ്റ്റ് patient satisfaction survey benefits for patients and hospitals അല്ലെ? നമ്മൾ ഈ ഒരു patient satisfaction survey നടത്തുന്നത് കൊണ്ട് നമുക്ക് പേഷ്യൻസിനും ഹോസ്പിറ്റലിനും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഗുണങ്ങളുണ്ട് അല്ലെ?
ഇല്ല, ഈ ടേബിൾ വരില്ല കേട്ടോ, എക്സാമിന് വരില്ല. എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ട് നമുക്കും ഹോസ്പിറ്റലുകാർക്കും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഹോസ്പിറ്റലുകാർക്ക് അവർക്ക് എന്താണ് അവരുടെ ലോയലിറ്റി അല്ലേ, അവരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെന്താണ് അവർക്ക് എന്താണ് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കിയില്ലേ, അവിടെ നിന്ന് പോയ പേഷ്യൻസിന് അവിടെ തന്നെ increase their name overall അല്ലെ. റിട്ടൻഷൻ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അവരെ പിഴവുകൾ അല്ലെ, പിറ്റ്ഫോൾസുകൾ മനസ്സിലാക്കി അവർക്ക് അവരുടെ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താം അല്ലെ സർവേ നടത്തുന്നത് കൊണ്ട്. പിന്നെ എന്താണ് പേഷ്യൻസിന് ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം ആണോ ലഭിക്കുന്നത് ഈ ഒരു സർവേ നടത്തുന്നത് കൊണ്ട്? പേഷ്യൻസിന് ഡേ പ്രോബ്ലം സോൾവ് ചെയ്യാം അല്ലെ. കൂടാതെ പേഷ്യൻസിന് എന്താണ് അപ്പൊ അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുന്നുണ്ടോ? അതൊക്കെ ബെനിഫിറ്റ്സ് അല്ലേ, ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള ഗുണങ്ങളല്ലേ. നോക്കിയേ, patient satisfaction surveys are an important way to scale how the patient feel about their experience with the practice അല്ലെ. എന്താണ് ഹോസ്പിറ്റലില് ആ പേഷ്യൻസിന്റെ അനുഭവത്തെ കുറിച്ച് അവർക്ക് ഫീൽ ചെയ്ത അനുഭവത്തെ കുറിച്ച് എന്താ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേയല്ലേ, വഴിയല്ലേ. അതായത് എന്ത് ചെയ്യണം, നമ്മ അവരുടെ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ. അല്ലാണ്ട് അറിയാൻ പറ്റുമോ? അവരോട് ചോദിക്കാതെ നമുക്ക് മനസ്സിലാകോ? അവർക്ക് അവിടെ നിന്ന് അവർക്കുണ്ടായ അനുഭവം. ഇപ്പൊ മിസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്, മിസ് എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ക്ലിയർ ആണോ, ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞാലല്ലേ മിസ്സിന് ഓക്കെ ആവുള്ളൂ, മിസ്സിന് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും മിസ് എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ലഭിക്കേണ്ടതുണ്ടെന്ന്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ജസ്റ്റ് ട്രീറ്റ്മെന്റുകൾ, സർവീസ്, കെയർസ്, ഫെസിലിറ്റീസ് കൊടുത്താൽ മാത്രം മതിയോ? അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ അല്ലെ, എത്രത്തോളം അവർക്ക് അത് ലഭ്യമാകുന്നുണ്ടെന്ന് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ, ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അവരുടെ അനുഭവങ്ങള് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള, അളക്കുന്നതിനുള്ള ഒരു വഴി, ഇമ്പോർട്ടന്റ് വേ ആണ് അല്ലെ, വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ക്ലിയർ ആയോണ്ട്? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, contented patients are more probably to suggest the hospital to others. കറക്റ്റ് ചെയ്യാം അല്ലെ. പിന്നെ എന്താണ്, and they are also less probable to file complaints അല്ലെ. എന്താണ് contented patients? അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ തൃപ്തരാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റൽ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സജസ്റ്റ് ചെയ്യും. ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനമായിരിക്കും അല്ലേ പറയും. അപ്പൊ ഇതാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു. കൂടാതെ എന്താണ്, അവര് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് അല്ലെ. അവര് സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണെന്നുണ്ടെങ്കിൽ അവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യോ? ഇല്ല. അപ്പൊ അവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും കുറയുന്നു അല്ലെ, ലെസ് പ്രോബബിൾ ആണ്. നെക്സ്റ്റ്, ഏർണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹൈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് benefits medical organization and the patients in lot of ways. എന്താണ് ഹോസ്പിറ്റലില് നമ്മുടെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും അല്ലെ, നിലനിർത്തുന്നത് കൊണ്ടും അത് ഏൺ ചെയ്യുന്നത് കൊണ്ടും എന്താണ് നമ്മുടെ ഓർഗനൈസേഷനും ഹോസ്പിറ്റൽ പേഷ്യൻസിനും ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്, ഗുണങ്ങളുണ്ട്. നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അത് ആ ഒരു പാരഗ്രാഫ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ അല്ലെ. ഹോസ്പിറ്റലിലെ ആ പേഷ്യൻസിനുള്ള ലോയൽറ്റി, വിശ്വസ്തതയും അവരെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഇൻക്രീസ് ചെയ്തൂടെ?
ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എന്ത് വരാണ്, ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത വരെയാണ് അല്ലേ? ആണോ? ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും പരിചരണങ്ങൾക്ക് വേണ്ടി അല്ലെ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും കെയേഴ്സിന് വേണ്ടിയിട്ടും എവിടെ തന്നെ വരും, ഫോളോ അപ്പിന് വേണ്ടിയിട്ട് എവിടെ തന്നെ വരും, ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരില്ലേ? വരും. നോക്കാം എന്നിട്ട് അതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. Patients have more choices in a connection with their health care than ever before. എന്താണ്? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്, ആണോ? അല്ല അല്ലെ? അപ്പൊ നമ്മുടെ എന്താണ്, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലെ? ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലെ? ബെറ്റർ ആയതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താണ്, പേഷ്യൻസിന് അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലെ? നെക്സ്റ്റ്, satisfied patients are more probable to faithful patients. അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും, ആ ഹോസ്പിറ്റലിനോട് വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പൊതുവെ എന്ത് വരും, അവിടുത്തെ പ്രവർത്തനങ്ങളോട് അവിടുത്തെ ട്രീറ്റ്മെന്റുകളോട് നമുക്കൊരു വിശ്വസ്തത ലഭിക്കുന്നുണ്ടോ, വിശ്വാസം വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലെ? അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്, അവരോട് വിശ്വസ്തത വരാൻ സാധ്യതയുള്ള പേഷ്യൻസ് ആണ്. This not only means that they will schedule the necessary checkups, follow-ups and other required appointments, but they are more probable to keep them. എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചെക്കപ്പുകൾ അല്ലെ, നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ച് എന്താണ്, അവർ ഷെഡ്യൂൾ ചെയ്യാണ് അല്ലെ, അവരുടെ അപ്പോയിന്റ്മെന്റ്സുകള്, അവരുടെ ഫോളോ അപ്സുകള് അല്ലെ, ചെക്കപ്പുകളൊക്കെ അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നു. കൂടാതെ അവര് അത് അവിടെ തന്നെ നിലനിർത്താണ് അല്ലെ ചെയ്യുന്നത്, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റോ, ഷിഫ്റ്റ് ചെയ്യോ ഈ ചെക്കപ്പുകള് ഫോളോ അപ്സുകള്, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റോ, ഇല്ല അല്ലെ? അത് അവര് അവിടെ തന്നെ ആ ഫോളോ അപ്സുകള് ട്രീറ്റ്മെന്റുകള് അത് അവിടെ തന്നെ നിലനിർത്തുന്നു. പിന്നെ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസഡേഴ്സ് ഫോർ ഹോസ്പിറ്റൽ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത്, ഗ്രാൻഡ് അംബാസഡേഴ്സ് അല്ലെ? അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥാപനത്തിന്റെ അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോഷൻ കൊടുക്കുക അല്ലെ, ആഡ് കൊടുക്കുക, അഡ്വർടൈസ്മെന്റ് കൊടുക്കുക അല്ലെ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിസിറ്റി കൊടുക്കുകയാണോ അല്ലേ? പബ്ലിസിറ്റി കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ദേശ അല്ലെങ്കിൽ ഹു ആർ ദി ഗ്രാൻഡ് അംബാസിഡേഴ്സ് ഫോർ ഹോസ്പിറ്റൽ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. They tell their friends and family about good experience and bad ones with their friends and family. അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ നല്ല അനുഭവങ്ങളും മോശപ്പെട്ട ബാഡ് വണ്ണുകളും മോശപ്പെട്ട അനുഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവര് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിയോടും പറയുന്നു. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ്, അവരുടെ ലാഭം അല്ലെ, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയാണ്. എന്താണ്, പേഷ്യൻസ് അവിടെ ഉള്ള നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതും അവർക്ക് കൂടാതെ എന്ത് ചെയ്യും, പുതിയ പേഷ്യൻസിനെ കിട്ടും അല്ലെ? പുതിയ പേഷ്യൻസിനെ കിട്ടോ? അപ്പൊ അവരുടെ ലാഭം വർദ്ധിപ്പിക്കല്ലേ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത് ഇതിലൂടെ. ഇപ്പൊ നോക്കിയേ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. Contented patients eventually lead to increased profit for hospital in many ways. എന്താണ്, നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെ, തൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് പല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യാണ്, പല രീതിയിൽ വർദ്ധിപ്പിക്കാന്ന് പറയുന്നത് എന്താണ്, അവര് വീണ്ടും ഫോളോ അപ്പുകൾ നടത്തും അല്ലെ, വീണ്ടും ട്രീറ്റ്മെന്റുകൾ എടുക്കും. കൂടാതെ അത് അവരെന്ത് ചെയ്യും, അവരുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനും റെഫർ ചെയ്തിട്ട് സജസ്റ്റ് ചെയ്തിട്ട്
അവര് ഹോസ്പിറ്റലിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്? ആണോ? ആണോ? അപ്പൊ എന്താണ് ഈ പ്രവർത്തനങ്ങളിലൂടെ ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് അല്ലേ ലഭിക്കുന്നത്? അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്കി, ഫസ്റ്റ് contented patient shop for their appointments. നോക്കിയേ, contented patients അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ അവർ അവിടെ തന്നെ എടുക്കുന്നു അല്ലെ. വിച്ച് മീൻസ് ദാറ്റ് ഹോസ്പിറ്റൽസ് ഡോണ്ട് ലോസ് മണി ഓൺ ദാറ്റ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. ഹോസ്പിറ്റലില് ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ അവര് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടോ? പേഷ്യൻസ് വന്നാലാണ് അല്ലെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുക, അവർ ബിസി ആവും അല്ലെ? ആണോ? അപ്പൊ അവർക്ക് ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ആ പൈസ അവർക്ക് കുറയ്ക്കാനായി, മാറ്റാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് വെറുതെ ഇരിക്കുക. അപ്പോയിന്റ്മെന്റ്സുകൾ കുറയുമ്പോഴല്ലേ, പേഷ്യൻസ് കാണാൻ വരാതാവുമ്പോഴല്ലേ അവിടെ സ്റ്റാഫുകൾ വെറുതെ ഇരിക്കേണ്ടി വരുന്നത് അല്ലേ? ഒരു ഹോസ്പിറ്റലില് സ്റ്റാഫുകളല്ല, പേഷ്യൻസിന്റെ എണ്ണം കുറയുമ്പോഴല്ലേ സ്റ്റാഫുകൾക്ക് ജോലി ഇല്ലാതെ വരുന്നത്? ആണോ? ആണ്. അപ്പൊ എന്താ, ഇപ്പൊ അവര് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നതിലൂടെ പേഷ്യൻസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരെ അപ്പോയിന്റ്മെന്റ്സുകൾ അവിടെ തന്നെ എടുക്കുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ഹോസ്പിറ്റലുകാർക്ക് ഒരു ദിവസത്തിൽ അവരെ വെറുതെ കളയുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ അല്ലേ? Next, second, they also provide grand reviews and patient satisfaction result, right? Survey result that leads to new patient acquisition and improve insurance reimbursement, right? എന്താണ് നമുക്ക് സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? നല്ല റിസൾട്ട് കൊടുക്കും അല്ലെ, നല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊടുക്കുകയും ഹോസ്പിറ്റലിനെ കുറിച്ച് ഗ്രാൻഡ് റിവ്യൂസ് കൊടുക്കാണ് അല്ലെ. നമ്മ ഒരു നെറ്റില് പർച്ചേസ് ചെയ്യുമ്പോ നമ്മ നോക്കാറുണ്ടല്ലോ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോ അതിന്റെ റിവ്യൂസ് നോക്കാറുണ്ടോ? അപ്പൊ നമ്മ ഗ്രാൻഡ് റിവ്യൂസ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇട്ടിരിക്കുന്നത്, ഗുഡ് ആണ് അല്ലെ, നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോ നമ്മ എന്ത് ചെയ്യും? നമ്മ ചൂസ് ചെയ്യില്ലേ ഗ്രാൻഡ് റിവ്യൂസ് കൊടുക്കുമ്പോൾ? റേറ്റിംഗ്സും റിവ്യൂസും കൊടുക്കുമ്പോൾ അല്ലെ. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഗ്രാൻഡ് റിവ്യൂസ് അല്ലെ. ഓൾസോ പ്രൊവൈഡ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഗ്രാൻഡ് റിവ്യൂസും നല്ല റിസൾട്ടുകളുമായിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ കൊടുക്കുന്നത്. പിന്നെ that leads to new patient acquisition and improved insurance reimbursement അല്ലെ. ഇത് എന്ത്, ഇത് അവർക്ക് ഒരുപാട് പേഷ്യൻസിനെ ലഭിക്കാൻ, leads to new patient, പുതിയ പേഷ്യൻസിനെ ലഭിക്കാനും അവർക്ക് ഇൻഷുറൻസ് റീഎംബേഴ്സ്മെന്റ് അല്ലെ, ഇൻഷുറൻസിന്റെ തിരിച്ചടവ് വർദ്ധിപ്പിക്കാനായും സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം പേഷ്യൻസ് പൊതുവെ എല്ലാവരും എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? എല്ലാവർക്കും ഇൻഷുറൻസുകൾ ഉണ്ട് അല്ലെ. ആണോ? ഇൻഷുർഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ പുതിയ അസുഖങ്ങൾ അല്ലെ, നമുക്ക് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് പൈസയാണല്ലേ ചെലവ് വരുന്നത്. അപ്പൊ മിക്കവരും ഇൻഷുറൻസ് ഒക്കെ ആയിരിക്കില്ലേ എടുക്കുന്നത് പേഷ്യൻസ്, ആളുകള്. അപ്പൊ അതുവഴി അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാർക്ക് ഇൻഷുറൻസ് വഴി പൈസ ലഭിക്കുന്നുണ്ടോ? എന്നാണ് പറയുന്നത്. എന്താണ്, അവർക്ക് പുതിയ പേഷ്യൻസിനെ കിട്ടാനും എന്താണ് ഇൻഷുറൻസ് തിരിച്ചടവ് ലഭിക്കാനും സാധ്യമാക്കുന്നു. ഓക്കെ അല്ലേ? ഇതുവഴി ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ്, എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ. എന്ത് ചെയ്യുക? സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക.
നമുക്കൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെറ്റർ ആണ്. ഇപ്പൊ നമ്മ ഒരു പ്രിന്റ് പോലെ നിങ്ങൾ കണ്ടില്ലേ, അതിൽ ചോദിക്കുന്നുണ്ട് അല്ലെ, ദ കോർട്ടസി ഓഫ് ദ സ്റ്റാഫ് അല്ലേ, വാട്ട് ഈസ് എന്താണ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്, യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ് അല്ലെ. ഇതിൽ നിന്നൊക്കെ സ്റ്റാഫുകളെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ നല്ല സർവേ, നമുക്ക് നല്ല സ്കോറാണ് നമുക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിച്ചൂടെ? അവര് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നല്ല സ്കോറാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാം അല്ലെ. ജനറേറ്റിംഗ് എ patient focused culture doesn't have to come at the cost of employee satisfaction. പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു പേഷ്യൻസിന്റെ എന്താണ് സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് അല്ലെ, പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഹോസ്പിറ്റൽ അല്ലെ. പക്ഷെ എന്ത് ചെയ്യുക, സ്റ്റാഫുകൾക്കും കൂടി കുറച്ച് ഇത് കൊടുക്കണ്ടേ, വാല്യൂ കൊടുക്കണ്ടേ, അവരുടെ ഒപ്പീനിയൻസ് അല്ലെ. അപ്പൊ എന്താ, നമ്മൾ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു കൾച്ചറ് സൃഷ്ടിക്കുന്നത് കൂടാതെ എന്താണ്, അവിടുത്തെ ജീവനക്കാരുടെ സംതൃപ്തി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂടി കണക്കിലെടുക്കുക, പരിഗണിക്കുക. നെക്സ്റ്റ്, in fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. ഒരു സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, അവർക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലെ സ്റ്റാഫുകളെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ, ഇൻവോൾവ് ചെയ്യുക. കൂടാതെ അവരെന്ത് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, അവരെ പ്രവർത്തനങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക അല്ലെ. എന്തേ നമ്മ പറഞ്ഞില്ലേ, നോൺ പെർഫോമൻസ് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാന്ന്, മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ. കൂടാതെ എന്താണ്, ഇപ്പൊ നമ്മൊരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ, ആണോ? പറ അല്ലേ, നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ പരിഗണിക്കുന്നുണ്ട് അല്ലെ, നമുക്ക് വാല്യൂ തരുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻസ് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മ എന്ത് ചെയ്യും, നമ്മ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യോ, നമ്മുടെ മാക്സിമം എഫേർട്ട് എടുക്കുക അല്ലെ, പ്രൊഡക്ടിവിറ്റി കൂട്ടല്ലേ. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ എന്താണ്, in fact taking steps to involve and motivate your staff, നമുക്ക് നമ്മുടെ സ്റ്റാഫുകളെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുകയും സ്റ്റാഫുകൾക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, രോഗി പരിചരണം നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ, ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓപ്പൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണോ? ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ, കുറച്ചു നേരം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഫ്രണ്ടിൽ ചെന്ന് നിന്നാ മതിയോ? അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കാണുമ്പോ തന്നെ നമ്മുടെ പകുതി ജീവൻ പോകും അല്ലെ, ആക്സിഡന്റ് പറ്റി വരും അല്ലെ, ആണോ? പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് എന്ന് പറയും, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. Training and strengthening the employees make them able to perform their jobs to the best of their abilities and make them feel valued and increase the staff retention. എന്നാണ് നമുക്ക് ഹോസ്പിറ്റലില് ട്രെയിനിങ് കൊടുക്കുകയാണ് അല്ലെ, ട്രെയിനിങ് കൊടുക്കുക, പിന്നെ എന്താണ് അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ. അങ്ങനെയാണ് നമുക്ക് കൊടുത്ത് അവരെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിക്കണം അല്ലെ, ആണോ?
അവരെ സ്കിൽസുകള്, അവരെ എബിലിറ്റീസ് ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കോ, അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും അവര് കാഴ്ചവെക്കുന്നത് അല്ലെ, ആണോ? അപ്പൊ എന്താണ് ട്രെയിനിങ് കൊടുക്കുക അല്ലെ, പിന്നെ എന്താണ് അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരെന്താണ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യിച്ചിട്ട് അവരെന്താണ് makes them able to perform their job to the best of their abilities അല്ലെ, അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി അവർക്ക് നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് അവരുടെ ജോബ്സുകൾ ചെയ്യാനായി സാധിക്കുന്നു. പിന്നെ എന്താണ് and makes them feel valued അല്ലെ, അവർക്ക് തോന്നുകയാണ് ഇവര് നമുക്ക് വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്റ്റാഫുകളെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നില്ലേ നമുക്ക് വാല്യൂ തരുന്നുണ്ടെന്ന് തോന്നില്ലേ, നമ്മൾക്കും കൂടി ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് അല്ലെ. അവർക്ക് എന്താണ് make them feel valued, അവർക്ക് തന്നെ തോന്നാണ് അവർക്ക് വാല്യൂ ഉണ്ട് അല്ലെ. കൂടാതെ എന്താണ് സ്റ്റാഫുകൾ അവിടെ തന്നെ നിലനിൽക്കുന്നു അല്ലെ, റിട്ടൻഷൻ, സ്റ്റാഫുകളെ നമുക്ക് അവിടെ തന്നെ നിലനിർത്താനായി സാധിക്കുന്നു. ഇപ്പൊ നേരത്തെ നമുക്ക് പറഞ്ഞ പോലെ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റും ഹെഡും ഒക്കെ നമുക്ക് കൂടുതൽ സ്ട്രെസ് കൂടി തരാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കോ? ഉള്ള സ്ട്രെസ് കൂടുതൽ സ്ട്രെസ് തരുമ്പോ നമ്മൾ അവിടെ നിൽക്കോ? നമ്മൾ അത് ഒഴിവാക്കി പോകും അല്ലെ. ആ ഒരു ജോബ് നമ്മൾ വേണ്ട, ആ ഒരു ടൈം പീരീഡ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ അത് വേണ്ടാന്ന് വെച്ച് വേറെ എവിടെയെങ്കിലും പോകും. പക്ഷെ ഇതിൽ പറയുമ്പോ എന്താ, നമുക്ക് ട്രെയിനിങ് തരാണ്, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ തരാണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ തന്ന് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യിച്ച് നമ്മൾ എന്താണ് ബെറ്റർ ആക്കാണ് അല്ലെ, നമ്മുടെ എബിലിറ്റി വർദ്ധിപ്പിച്ച് നമ്മളെ ബെറ്റർ ആക്കുന്നു. അതുവഴി എന്താണ് അവർക്ക് ഫീൽ ചെയ്യാണ് അല്ലെ നമ്മൾ വാല്യൂ ഉണ്ട്. കൂടാതെ എന്താണ് സ്റ്റാഫുകളെ അവിടെ തന്നെ നിലനിർത്താനും സാധിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ്, experienced staff know how to carry out attentive services, patient focused services that help to boost patient satisfaction scores അല്ലെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് സ്റ്റാഫുകൾക്ക് എന്തറിയാം, ഓരോ പേഷ്യൻസിനെ എങ്ങനെ നോക്കണം എന്നറിയാം അല്ലെ അവർക്ക് അല്ലേ. പിന്നാണ് അറ്റൻഡീവ് സർവീസുകൾ അല്ലെ, ശ്രദ്ധയുള്ള സർവീസുകളെ ഓരോരുത്തർക്കും എത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തല്ലേ, എത്രത്തോളം നല്ല സർവീസുകൾ, എത്രത്തോളം അറ്റൻഡീവ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കണം എന്ന് അവർക്ക് മനസ്സിലാകുന്നു. കൂടാതെ അവരെന്താണ് പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ആ നിപ്പ വൈറസ് വന്നപ്പോഴോ ഒരു നഴ്സ് മരിച്ചിരുന്ന കേട്ടിരുന്നില്ലേ? നിപ്പ വൈറസ് അല്ലെ. ആ ഒരു നേഴ്സ് ആർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അവരുടെ പേഷ്യൻസിന് അല്ലെ. അതുകൊണ്ടല്ലേ പേഷ്യൻസിന് അല്ലെ, അതുകൊണ്ടല്ലേ ആൾക്ക് മരണം സംഭവിച്ചത്. അതല്ലെങ്കിലോ ആളുടെ ജീവൻ, ആളുടെ ലൈഫ് ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻസിന് മരണം സംഭവിക്കും അല്ലെ. ഈ ഒരു ജീവൻ പോയ സ്ഥലത്ത് ചിലപ്പോ എന്താ 3, 4, 5 പേഷ്യൻസിന് മരണം സംഭവിക്കാം അല്ലെ, ആണോ? അപ്പൊ അതവരുടെ എക്സ്പീരിയൻസ്, അവരാ സർവീസ്, അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് അല്ലേ അത്, ആണോ? അവര് എന്താണ് അവരുടെ ജീവനേക്കാൾ കൂടുതൽ അവരെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന്റെ ജീവനാണ് നിലകൽപ്പിച്ചത് അല്ലെ, വാല്യൂ കൊടുത്തത് അല്ലെ. അപ്പൊ എന്താ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്ന കൂടുതൽ അറ്റൻഡീവ് ആയിട്ടുള്ള അല്ലെ ശ്രദ്ധയുള്ള സർവീസുകൾ കൊടുക്കുന്നു. കൂടാതെ പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഇതുവഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ, ബൂസ്റ്റ് ചെയ്യാനോ? പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസുകളാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് അറ്റൻഡീവ് ആയിട്ടുള്ള സർവീസുകളാണ് കൊടുക്കുന്നതെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. എന്താണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്.
നെക്സ്റ്റ് ഹയസ്റ്റ് പ്രൊഡക്ടിവിറ്റി അല്ലെ, നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഉൽപാദനക്ഷമത അല്ലെ, സ്റ്റാഫുകളുടെ വർക്ക് കൂട്ടുക. അപ്പൊ നോക്കിയേ, investing in training and software to make better the patient experience can also increase staff and provide productivity in the organization അല്ലെ. നമുക്ക് സ്റ്റാഫുകളുടെ എല്ലാ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അനുഭവം മികച്ചതാക്കുന്നതിന് എന്താണ് സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകുക. കൂടാതെ സോഫ്റ്റ്വെയർസ് നിക്ഷേപിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതും എന്താണ് സ്ഥാപനത്തിലെ എന്താണ് സ്റ്റാഫുകളുടെയും അത് നമ്മുടെ എന്താണ് ദാതാവിന്റെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ, ആണോ അല്ലേ, പഠിച്ചില്ലേ? ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലെ, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ സോഫ്റ്റ്വെയർസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, പിന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. അപ്പൊ അതുവഴി എന്താണ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാണോ ചെയ്യുന്നത്? സ്റ്റാഫുകളുടെ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കാനോ? അതല്ല, ഒരാള് വന്ന് അല്ലെ ഫോം ഫിൽ ചെയ്ത് അപ്പോയിന്റ്മെന്റ്സ് എടുക്കും, അത്രയും സമയം പോവല്ലേ സ്റ്റാഫുകൾ, ആ റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അത്രയും ടൈം പോവാണോ? അപ്പൊ എന്താ, അപ്പൊ ഇങ്ങനെ സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ എന്താണ് അവിടുത്തെ സ്റ്റാഫുകളുടെ എന്താണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? Next, for example നോക്കിയേ, if hospital executives secure online appointment schedule അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ അവർ തന്നെ ഓൺലൈൻ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം. പേഷ്യൻസ് മെസ്സേജിങ് അല്ലെ, പേഷ്യൻസ് എന്താണ് റിമൈൻഡേഴ്സ് വഴി അവർക്ക് മെസ്സേജുകൾ വരുന്നത് അല്ലെ, ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട്, വാക്സിന് സമയമായിട്ടുണ്ട് അല്ലെ, ചെക്കപ്പിന് സമയമായിട്ടുണ്ട് അല്ലെ. കൂടാതെ എന്താണ് സ്റ്റാഫ് may spend as much 50% less time on the phone with patients അല്ലെ. സ്റ്റാഫുകൾക്ക് എന്താണ് അവർ ഫോണില് പേഷ്യന്റുമായി ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? 50% കുറയ്ക്കുകയാണ് അല്ലെ. സാധില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയൂ അല്ലെ, ഇന്ന ഫിസിഷ്യനെ കാണണം അല്ലെ. അപ്പൊ അവര് പറയും ഏത് ഡോക്ടറാണെന്ന് ചോദിക്കാറില്ലേ. അപ്പൊ അവർക്ക് സമയം പോവാണ്. ഒരു ദിവസം ഒരു 100 പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു 50 പേഷ്യന്റ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വെച്ച് നോക്കിയേ അവർക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് മാത്രം? ആണോ ആണോ ക്ലിയർ ആയില്ലേ? ആണല്ലേ. അപ്പൊ എന്താണ് ആ ഒരു സമയം നമുക്ക് ഷെഡ്യൂൾ, പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവര് തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ ഈ സ്റ്റാഫിന്റെ സമയം നമുക്ക് 50% കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, ആ കുറഞ്ഞ് അവർക്ക് ആ കിട്ടുന്ന സമയം അവർക്ക് വേറെ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാലോ, ഓഫീസുമായി ബന്ധപ്പെട്ടത് അല്ലെ, അല്ലെങ്കിൽ ക്ലിനിക്കൽ എന്താണ് ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യാലോ സ്റ്റാഫുകൾക്ക്. ആണോ അല്ലേ? Less than with the patient, consequently staff can perform extra tasks അല്ലെ. ഈ ഒരു സമയം കുറയുന്നതിലൂടെ അവർക്ക് വരുന്ന മിച്ചം വരുന്ന അല്ലെ കൂടുതൽ വരുന്ന ആ സമയം അവർക്ക് വേറെ എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാനായി സാധിക്കുന്നു. ഇറ്റ് allows us to run a cleaner എന്നാണ് കേട്ടോ, ഉണ്ട് അതിക്ക് മുമ്പ്. ഇതുവഴി നമുക്ക് എന്താണ് ഒരു ക്ലീനർ ആയിട്ടുള്ള ഓഫീസ് നിർമ്മിക്കാനായി allow ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? Besides, when a hospital listen the patient no show and light cancellation അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്ത് വരാം, നമ്മ ഒരു പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോ അവർ ലേറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുന്ന സാധ്യത വരുന്നില്ലേ, അവർക്ക് വരാൻ പറ്റാണ്ടോ അല്ലെ. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസ് വന്നിട്ട് റെക്കോർഡൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ അവിടുത്തെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമ്പോ അവരെന്ത് ചെയ്യും,
പോവില്ലേ? ഡോക്ടർ കാണണ്ടാന്ന് വെച്ച് പോകാറുണ്ടോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ വേറെ എന്തെങ്കിലും പോവോ? പോവല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെ ചെയ്യാറില്ലേ? ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുമ്പോഴ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോ ഒരു ഡോക്ടർ അല്ലേ? അപ്പൊ ആ ഒരു എന്താണ് ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ കാണാതാവുക, അതായത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോ അവര് ബോറടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അവർ അവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ അവർ ലേറ്റ് ആയിട്ട് ക്യാൻസലേഷൻ അല്ലെ, അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ ഹാവ് ലെസ് ബെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ് ആൻഡ് ക്യാൻ മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റീവ് ബിൽ. കൂടാതെ എന്താണ്? അവർക്ക് ആ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് സമയം കുറയ്ക്കാം അല്ലെ. പേഷ്യന്റ് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ സ്റ്റാഫുകൾക്ക് അതിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ഷെഡ്യൂളിംഗ് സ്റ്റാഫുകളുടെ ആ ഷെഡ്യൂളിന്റെ ടൈം ലെസ് ചെയ്യാൻ, ഡെഡ് ടൈം ലെസ് ചെയ്യാൻ, കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്? നമുക്ക് പരമാവധി പേഷ്യൻസിന്റെ ടൈം കൂട്ടാലോ. ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ അവിടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്, ഫോളോ അപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ. ബില്ലുകള് പേയ്മെന്റ് നടത്തുന്നതൊക്കെ ആരാ? പേഷ്യന്റ് അല്ലേ? ആണോ? നമ്മൾ സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെ പേഷ്യന്റിന്റെ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ ടൈം അല്ലേ നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത്, കൂട്ടുന്നത്. സ്റ്റാഫുകളുടെ സമയം കുറച്ചിട്ട് നമുക്ക് എന്താണ് പേഷ്യൻസിനെ പരമാവധി എൻഗേജ് ചെയ്യാനല്ലേ സാധിക്കുന്നത്. ഓക്കെ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഇപ്പൊ നിങ്ങൾക്ക് തരാറില്ലേ അസൈൻമെന്റുകൾ, പ്രൊജക്ടുകൾ ചെയ്ത് തരാറുണ്ട് അല്ലെ. അപ്പൊ മിസ് ഇപ്പൊ ഇതില് ഈ നമ്മുടെ ഈ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സിൽ നെക്സ്റ്റ് സെക്ഷൻ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു സെക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് അതിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതാം, അല്ലെങ്കിൽ ഒരു സെമിനാർ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുടെ ടൈമാണ് മിസ് കൂട്ടുന്നത്? മിസ്സിന്റെ ആണോ നിങ്ങളുടെ ആണോ? നിങ്ങളെയാണ് അല്ലെ മിസ് ഇൻവോൾവ് ചെയ്യിക്കുന്നത്. ആ ഒരു സെക്ഷനിലെ കൂടുതലായിട്ട് ആരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത്? നിങ്ങളല്ലേ. നിങ്ങൾ അതിനു വേണ്ടി PDF പഠിക്കണം അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്ന PDF പഠിക്കണം, എക്സ്ട്രാ നോട്ട്സ് ഉണ്ടാക്കണം അല്ലെ, റെഫർ ചെയ്യണം വേണ്ടേ? അതല്ലെങ്കിലോ ഈ നോർമൽ ക്ലാസ് ആണെങ്കിൽ എങ്ങനെയാണ്? നിങ്ങൾ വന്നിരിക്കുക അല്ലെ, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അപ്പൊ മിസ് ഇതിലുള്ളത് വായിച്ച് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ തരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട നോട്ട്സുകൾ മാത്രം തയ്യാറാക്കിയാൽ മതിയോ? നിങ്ങൾക്കൊന്ന് എഴുതിയെടുത്താൽ മതിയോ? മതി. ഇവിടെ മിസ്സാണല്ലേ കൂടുതൽ പറയുന്നത് അല്ലെ, മിസ്സല്ലേ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ നോക്കിയേ, അതൊക്കെ ക്ലിയർ ആയോ? അത് പറഞ്ഞത് എന്താ? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ എന്താണ് സ്റ്റാഫുകൾ എടുക്കാതെ ആരെങ്ങനെ എടുക്കുന്നത്? നമ്മുടെ പേഷ്യൻസ് തന്നെയാണ് അല്ലെ അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, അവരുടെ ബില്ലുകൾ ഇതാക്കുന്നത്, പിന്നെ അവര് ഫോളോ അപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? പേഷ്യന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ടൈം മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് റെപ്യൂട്ടേഷൻ അല്ലെ. പ്രശസ്തി വർദ്ധിപ്പിക്കുന്നില്ലേ ഹോസ്പിറ്റലിന്റെ? Satisfied patients can improve your reputation in many ways. Satisfied ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രശസ്തി പല രീതിയിൽ അല്ലെ, പല മെനി വേസിൽ വർദ്ധിപ്പിക്കുന്നു. ഫസ്റ്റ് HCA HPS. HCA HPS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ കസ്റ്റമർ എഴുതിയെടുത്തോട്ടാ. ഹോസ്പിറ്റൽ കസ്റ്റമർ കസ്റ്റമർ അല്ല കൺസ്യൂമർ, കൺസ്യൂമർ ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ
providers and system. Hospital, consumer, assessment of healthcare providers and system. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, ഹെൽത്ത് തരുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അവിടുത്തെ സിസ്റ്റമും ആരാണ് അസസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ കൺസ്യൂമേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ കൺസ്യൂമർ അതാരാണ്? പേഷ്യൻസ് അല്ലെ. അതെന്താണ്? സ്കോർസ് ആർ പബ്ലിക്. ഈ HCA HPSന്റെ സ്കോർസ് എങ്ങനെയാണ്? പബ്ലിക് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മ മീഷോയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് എടുത്ത് അപ്പൊ നമ്മുടെ റേറ്റിംഗ്സും റിവ്യൂസും നമ്മ എങ്ങനെയാ കൊടുക്കുന്നത്, സ്കോർ ചെയ്യുന്നത്? പബ്ലിക് ആയിട്ടാണോ? എല്ലാ ആളുകൾക്കും കാണാലോ. ഇപ്പൊ നമ്മ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാല് അതിൽ ആരൊക്കെ റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ റിവ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാലോ. എന്താണ് ആരൊന്നും പറയാത്തത്? നിങ്ങൾ നോക്കിയിട്ടില്ലേ? റേറ്റിംഗ്സും റിവ്യൂസും നോക്കിയിട്ടില്ലേ? അരുണിമ പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു, യെസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു പ്രോഡക്റ്റ് ഇപ്പൊ എടുത്ത് നോക്കി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നെറ്റിൽ നിന്നൊക്കെ, ഒരു മീഷോന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റേറ്റിംഗ്സ് നോക്കും, റിവ്യൂസ് നോക്കാറുണ്ടല്ലോ. റിവ്യൂസ് നോക്കാറില്ലേ? അതിട്ട ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും അല്ലെ, അത് വിയർ ചെയ്ത വീഡിയോസ് ഉണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും അല്ലെ. ക്വാണ്ടിറ്റി റേറ്റ് റിവ്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ക്വാളിറ്റിനെ കുറിച്ചുള്ളത്. അപ്പൊ നോക്കിയേ ഈ ഒരു നമ്മുടെ നമ്പർ ഓഫ് സ്റ്റാർസ് അല്ലെ. അപ്പൊ നോക്കിയേ നമുക്ക് ഈ HCA HPS അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് പേഷ്യൻസ് അസസ് ചെയ്യുന്നത്? പബ്ലിക് ആയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാലോ. നമുക്ക് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് റേറ്റിംഗ്സ് നോക്കിയിട്ടാണെന്ന്. അപ്പൊ നമുക്ക് തന്നെ നോക്കാലോ ഏത് ഡോക്ടറെ ചൂസ് ചെയ്യണമെന്ന്. നമുക്ക് ആ റേറ്റിംഗ്സ് നോക്കിയിട്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്തൂടെ? കൺസ്യൂമേഴ്സ്, പേഷ്യന്റ് എന്താണ് അവിടുത്തെ ആരെയാണ് വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞ മിസ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ, സിസ്റ്റമിനെയാണ് അല്ലെ. അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. അപ്പൊ ഇപ്പൊ ചിലപ്പോ ഫിസിഷ്യനിൽ തന്നെ എത്ര ഡോക്ടർ ഉണ്ടാവും? ഫിസിഷ്യനിൽ തന്നെ ഒരു 3 ഡോക്ടർ ഉണ്ടാവും, ഫിസിഷ്യൻസ്. അപ്പൊ അതിലൊരു ഫിസിഷ്യന് നല്ല റേറ്റിംഗ്സും റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ആരെയായിരിക്കും ചൂസ് ചെയ്യാം? കൂടുതൽ റേറ്റിംഗ്സും റിവ്യൂസും കിട്ടിയ ആളല്ലേ നമ്മൾ ചൂസ് ചെയ്തത് അല്ലേ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് HCA HPS scores are public. Specifically, so people can learn about the physician they can consult and make an informed choice about their health care. ചെയ്യുന്നുണ്ട് ഈ ഒരു പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന സ്കോർ നോക്കി കണ്ടിട്ട് പീപ്പിൾസിന് അല്ലെ, ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഏത് ഫിസിഷ്യനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് അല്ലെ. ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സും റിവ്യൂസും കിട്ടിയ ഫിസിഷ്യനെ നമുക്ക് കാണാം. അപ്പൊ പീപ്പിൾസിന് മനസ്സിലാവുന്നുണ്ട് അല്ലെ, ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഫിസിഷ്യനെ കാണണം. അതനുസരിച്ച് നമ്മുടെ ചോയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയറിലേക്ക് അറിയിക്കുന്നു. അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാ ഓക്കെ ആണോ? നെക്സ്റ്റ്, സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ പോസിറ്റീവ് സ്കോർസ് ആണെങ്കിൽ ആ ഓർഗനൈസേഷനെ മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ് അല്ലെ, എന്ന് വെച്ചാൽ എന്താ, മറ്റുള്ളവർ ചൂസ് ചെയ്യോ? പബ്ലിക് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് ഒരുപാട് റേറ്റിംഗ്സും റിവ്യൂസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ മറ്റുള്ളവർ ചൂസ് ചെയ്യോ? ഒരുപാട് പേഷ്യൻസ് ചൂസ് ചെയ്യില്ലേ? ഇവൻ നമ്മ മിസ് പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിന് ഒരുപാട് റേറ്റിംഗ്സും റിവ്യൂസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മിക്ക കസ്റ്റമർ വാങ്ങിക്കില്ലേ? അതേപോലെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിന് ആളുകള് അല്ലെ
ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഓപ്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയത്? ഓക്കെ ആണോ? Next, additionally, hospital can utilize automated messages to ask patients for feedback after their appointments. Patients our appointments എടുത്തതിനു ശേഷം അവർക്ക് എന്താണ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. എന്താണ് നമുക്ക് മിസ് നേരത്തെ പറഞ്ഞ എന്താണ് ലിങ്കുകൾ വഴിയിട്ടാലേ എന്താണ് അവരിൽ നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. Some programs involve follow-up questions with easy to follow links to ask contented patients to leave review on hospital Google business profile or other platform. എന്താണ് ഹോസ്പിറ്റലിന്റെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ എന്താണ് അവർക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യനിലൂടെ അവരിൽ നിന്ന് ചെയ്യുക ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിവ്യൂസ് വാങ്ങിക്കുക, കണ്ടക്ട് ചെയ്യുക. ക്ലിയർ ആയോ? Follow up questions with easy to follow links to ask the contacted patients to leave reviews on hospital Google business profile or other platform. എന്താണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വഴിയോ? മിസ് പറഞ്ഞു ഫസ്റ്റ് തന്നെ എടുത്തപ്പോ പറഞ്ഞു ഗൂഗിൾ പ്രൊഫൈൽ വഴി നമുക്ക് കാണാൻ പറ്റുമെന്ന്. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തപ്പോ നോക്കിയോന്നൊക്കെ ചോദിച്ചില്ലേ മിസ്? ഗൂഗിളിൽ ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുക്കുമ്പോ തന്നെ അവരെ ഗൂഗിൾ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. കണ്ടിട്ടുണ്ടോ അതൊക്കെ? അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ഗൂഗിൾ പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വഴിയോ എന്താണ് ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യനിലൂടെ അവർ എന്ത് ചെയ്യുക റിവ്യൂസ് അല്ലെ പേഷ്യൻസിൽ കണ്ടന്റഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് റിവ്യൂസ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. ക്ലിയർ ആയത്? Okay, next and finally, happy patients will suggest the hospital to friends and family. എന്താണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹാപ്പി പേഷ്യൻസ് അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിനെ അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു. When it comes to referral, word of mouth is the gold standard. ഇതിനെന്താണ് വായ്മൊഴിയിലൂടെ അല്ലെ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവര് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യിക്കല്ലേ ചെയ്യുന്നത്. അവര് പ്രശസ്തി, ക്വാളിറ്റി, സർവീസ് അല്ലേ വായ്മൊഴിയിലൂടെ അല്ലെ വേർഡ് ഓഫ് മൗത്ത് ആണോ? അപ്പൊ എന്താണ് ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ വായ്മൊഴിയിലൂടെ എന്താണ് ആ ഒരു പേഷ്യൻസിനെ എന്തിലേക്ക് എത്തിക്കാണ്? ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കണം അല്ലെ? ഉയർന്ന നിലവാരത്തിലേക്കാണ് എത്തിക്കുന്നത്. when it comes ഈ ഒരു ഇത് സാറ്റിസ്ഫാക്ഷൻ സ്കോർ കൂടുതൽ ലഭിക്കുന്നതിലൂടെ അതിന്റെ നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ വായ്മൊഴിയിലൂടെ ഹോസ്പിറ്റലിനെ ഉയർന്ന ഗുണനിലവാരത്തിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ് അല്ലെ? എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുകയാണ് അല്ലെ? ഓക്കെ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്, which means they are more probable to get better or effectively manage chronic health issues. എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്തായിരിക്കും? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ അനുസരണയുള്ളവരായിരിക്കും അല്ലെ? കംപ്ലൈന്റ് ആയിരിക്കും അല്ലെ? ആണോ? ഇപ്പൊ നമ്മൊരു ഡോക്ടറെ കണ്ടു കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ പ്രവർത്തനത്തിൽ നമ്മൾ തൃപ്തരല്ല. ഇപ്പൊ ഡോക്ടർ നമ്മളെ കറക്റ്റ് രീതിയിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ചോദിച്ചില്ല, നമ്മുടെ പ്രോബ്ലംസ് നോക്കില്ല, നമ്മളെ ചെക്കപ്പ് ചെയ്തില്ല, അതല്ലാണ്ട് എന്തൊക്കെയോ മരുന്നുകൾ കുത്തിക്കുറിച്ച് തന്നു, നമ്മ അത് വാങ്ങിക്കഴിക്കോ? നമ്മ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ അതെന്താണ്? അപ്പൊ നമ്മുടെ അസുഖം മാറോ? ഇല്ല. നമ്മ എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ വേറൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ചൂസ് ചെയ്യേണ്ടി വരുമോ?
പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? നോർമലി മോർ കംപ്ലൈന്റ് അല്ലെ, കൂടുതൽ അനുസരണയുള്ളവരായിരിക്കും. അതുവഴി അവർ എന്ത് ചെയ്യുന്നുണ്ട്? which means they are more probable to get better or effectively manage chronic health issues അല്ലെ, വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് ഫലപ്രദമാക്കാനോ കൈകാര്യം ചെയ്യാനോ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അനുസരണശീലമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യല്ലേ, ടെസ്റ്റുകൾ ചെയ്യും, പ്രൊസീജിയേഴ്സ് ചെയ്യും, ട്രീറ്റ്മെന്റ് എടുക്കും അല്ലെ, ഫുഡ് കൺട്രോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യും അല്ലെ, അതുവഴി അവർക്ക് ബെറ്റർ ഔട്ട്കംസ് ലഭിക്കുമോ? ക്ലിയർ ആയോ? എന്താണ്? ഓക്കെ ആയോ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, തൃപ്തരായിട്ടുള്ള പേഷ്യന്റ് എന്ത് ചെയ്യും? ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യില്ലേ? ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യും അല്ലെ, മരുന്നുകളൊക്കെ മേടിച്ച് കറക്റ്റ് രീതിയിൽ കഴിക്കും. അപ്പൊ അവര് അസുഖങ്ങൾ മാറില്ലേ? വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് എന്താണ്, അവർക്ക് ഫലപ്രദമാക്കാനോ അല്ലെ മെച്ചപ്പെടുത്താനോ സാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? Next, consequently, they feel better and like hospital treatment and care make a difference to their well-beings and quality life. അതായത് അവരെ അനുസരണശീലം അല്ലെ, അവര് മരുന്നുകൾ കഴിക്കുന്നതിലൂടെ അവരെ ബെറ്റർ ആക്കാൻ അല്ലെ, അവരുടെ അസുഖങ്ങൾ മാറ്റാൻ, ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അവരുടെ അസുഖങ്ങൾ മാറ്റാനും അവരെ ഭേദമാക്കാനും അവർ ക്വാളിറ്റിയുള്ള അല്ലെ ഗുണനിലവാരമുള്ള ഒരു ലൈഫ് അവർക്ക് ലഭിക്കാനും കാരണമാകുന്നു. ക്ലിയർ ആയോ? അത് നോക്കി, നമുക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറില്ലേ? നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും അല്ലെ? അസുഖങ്ങളുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും? അവർക്ക് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അസുഖത്തിനുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നല്ല രീതിയില്ല? ഇല്ല അല്ലെ? അപ്പൊ എന്താ, അസുഖങ്ങൾ മാറി. ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് അവരുടെ അസുഖങ്ങൾ മാറാനും അവരുടെ വെൽബീയിങ്സ് അല്ലെ, അവർക്ക് ക്ഷേമം ലഭിക്കാനും അവർക്ക് ക്വാളിറ്റി ഉള്ള ലൈഫ് ലഭിക്കാനും കാരണമാകുന്നു. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് പറയുന്നത്, this also leads them to remain loyal to the hospital and shop for their appointments, generating a cycle. എന്താണ്? ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്സ് അല്ലെ. അപ്പൊ ഒരു അസുഖങ്ങൾ മാറുമ്പോ, നമ്മുടെ അസുഖങ്ങൾ മാറുമെങ്കിലും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ലഭിക്കുകയാണോ? ഒരു ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ലഭിക്കും അല്ലെ. അതുവഴി നമ്മൾ എന്ത് ചെയ്യും? അവിടെ വീണ്ടും അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുക അല്ലെ, വീണ്ടും അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുകയും വീണ്ടും അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെ, നമുക്ക് വീണ്ടും നല്ല ഔട്ട്കംസ് ലഭിക്കും. അതൊരു സൈക്കിൾ പോലെ ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുമല്ലോ. വീണ്ടും അസുഖം വരുമ്പോ അത് വീണ്ടും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകും അല്ലേ? ആണോ? വിശ്വസ്തത ഉള്ള തന്നെ വീണ്ടും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി അത് ഒരു സൈക്കിള് പോലെ ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? മിസ്റ്ററിന് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിച്ച് നോക്കാം കേട്ടോ, ഒന്നുകൂടി വായിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.